നിയമപരമായി നോക്കിയാൽ ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് കാണുന്നത്. ഒരു സംഭവം നടന്നതായിട്ട് വ്യക്തതയില്ല. അതനുസരിച്ചൊരു മൊഴി പെൺകുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിലയബിൾ ആയിരിക്കണം. അതിനുള്ള സാഹചര്യം ഒന്നും ഞാൻ കാണുന്നില്ല. രാഹുൽ എങ്ങും പോവില്ല. കാരണം അയാൾ ഇത്രയും വലിയ സീരിയസ് ആയ പ്രശ്നങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്നിട്ടും അയാൾ അചഞ്ചലനായിട്ട് നിന്നു. അയാൾ അവിടുത്തെ ഒരു MLA ആണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത്. കാരണം അവർ പറയുന്ന പല ആരോപണങ്ങളും നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കത്തില്ല എന്ന് തന്നെയാണ്. ജാമ്യാപേക്ഷ തള്ളൂല്ല എന്ന് ഞാൻ കരുതുന്നത്. മുൻകൂർ ജാമ്യം ലഭിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ കേസാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാനോ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനോ അതിജീവിതയായ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താനോ അല്ല ഈ ഒരു ഇന്റർവ്യൂ. മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ കേസിന്റെ നിയമസാധുതകൾ മാത്രമാണ് പരിശോധിക്കുന്നത്. പലരും ചോദിച്ചിരുന്നു, റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറിന്റെ പ്രതികരണം കണ്ടില്ല എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇന്റർവ്യൂ. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ നിയമവശങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പം ചേരുകയാണ്. സാർ, ആദ്യം ചോദിക്കാനുള്ളത് മാങ്കൂട്ടത്തിനെതിരായ ഈ കേസ് നിലനിൽക്കുമോ എന്നതാണ്. നിയമപരമായി നോക്കിയാൽ ഈ കേസ് നിലനിൽക്കില്ല എന്നാണ് കാണുന്നത്. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല സെക്ഷൻ അനുസരിച്ചുള്ള കുറ്റം അത് നടന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞ മൊഴി അത് ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു മൊഴിയായിട്ട് തോന്നുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ FIR-ൽ BNS 64 മുതൽ ഗുരുതരമായ വകുപ്പുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എത്രത്തോളം ഗൗരവമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്? എന്തൊക്കെയാണ് ഈ വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷ? അത് ഇതിനകത്ത് BNS 64(2)(1) അത് 64(2)(M) ഇങ്ങനെ 2 വകുപ്പ് ചേർന്നിട്ടുണ്ട്. അത് 64(2) എന്ന് പറയുന്നത് അത് റേപ്പാണ്. അപ്പം ആ റേപ്പ് പണിഷ്മെന്റ് ഫോർ റേപ്പിനാണ് 64 ഇടുന്നത്. അപ്പം അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ വേറെ പ്രശ്നം. ഇനി 64(2) അത് തുടർച്ചയായ പീഡനം. പിന്നെ അവര് ഗർഭം അലസിപ്പിച്ചു എന്ന സെക്ഷൻ 89. പിന്നെ അവരെ ദേഹോത്തര ഏൽപ്പിച്ചു എന്ന് 115(2) പറയുന്നുണ്ട്. പിന്നെ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി 351. അതുകൂടാതെ IT ആക്ട് 66 പറയുന്നുണ്ട്. അത് അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്തെന്നുള്ളതാണ്. അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്. എന്തായാലും ഇതാണ് രാഹുലിനെതിരായിട്ട് നേമം പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന കേസിനകത്തുള്ള വകുപ്പുകൾ. ഇതാണ് സാറ്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്നും സമ്മതത്തോടെയാണ് യുവതി ഗർഭഛിദ്രത്തിന് മരുന്ന് കഴിച്ചത് എന്നുമാണ്. നമുക്ക് ഉറപ്പില്ല എങ്കിലും രാഹുലിന്റെ ഈ വാദങ്ങൾ നിലനിൽക്കുന്നതാണോ? അങ്ങനെ ഒരു വാദം രാഹുൽ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ഒരു വാദം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് പത്രക്കാരുടെ സൃഷ്ടി തന്നെയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ? അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കേസായിട്ട് ഇതിനെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. കാരണം ഇപ്പം ഭരണകക്ഷിയിലെ ചില വ്യക്തികളെ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റി നമ്മൾ കണ്ടു. അതൊക്കെ സത്യമായ സംഗതിയാണ്. അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനൊരു കൗണ്ടറായിട്ട് മാത്രമാണ് ഈ സമയത്ത് ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത്. കാരണം ഇതിനകത്ത് ഈ ഒഫൻസ് ഒന്നും നിലനിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള സാഹചര്യമില്ല. കാരണം അവർ പറയുന്ന പല ആരോപണങ്ങളും നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കത്തില്ല എന്ന് തന്നെയാണ്. സീരിയസ് ആയ വകുപ്പുകളൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊന്നും കോടതി വരുമ്പം അതൊന്നും തെളിയിക്കാനും കഴിയില്ല, അതന്വേഷിച്ച് കണ്ടുപിടിക്കാനും കഴിയില്ല. അതിനകത്തുള്ള പല വകുപ്പുകളിലും അതിനകത്ത് സുപ്രീം കോടതിയുടെ പല ഒബ്സർവേഷൻസും ഉണ്ട്. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്?
അതോ ജാമ്യാപേക്ഷ തള്ളിക്കളയുമോ? ജാമ്യാപേക്ഷ തള്ളൂല്ലെന്ന് ഞാൻ കരുതുന്നത്. മുൻകൂർ ജാമ്യം ലഭിക്കും. കാരണം ഇതിനകത്ത് പറയുന്ന സെക്ഷൻ ഒക്കെ കുറ്റങ്ങളെല്ലാം വളരെ സീരിയസ് ആണ്. പക്ഷെ അതനുസരിച്ചുള്ള ഒരു സംഭവം നടന്നതായിട്ട് വ്യക്തതയില്ല. അതനുസരിച്ചൊരു മൊഴി പെൺകുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിലയബിൾ ആയിരിക്കണം. അതിനുള്ള സാഹചര്യം ഒന്നും ഞാൻ കാണുന്നില്ല. നേരത്തെ ഒരു കേസ് എടുത്തല്ലോ, ഇതേ മാറ്ററിൽ ആരോ പറയുന്നതായിട്ട് ചാനലിൽ ഒരു തേർഡ് പേഴ്സൺ വന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിൽ ഒരു കേസ് ക്രൈംബ്രാഞ്ച് DYSP എടുത്തു. അപ്പോൾ അതേ മാറ്ററിൽ തന്നെയാണ് അത് ഇപ്പം ആ പെൺകുട്ടി പറയുന്നതായിട്ട് വന്നാണ് ഇപ്പം രണ്ടാമത്തെ കേസ്. ആദ്യത്തെ കേസിൻ്റെ നിലപാട് അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ അതിനകത്തൊരു പ്രൊവിഷനുണ്ട്. ആ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം അതിൻ്റെ അത് വാദിയില്ല, അതിൻ്റെ അത് പ്രതിയുടെ കാര്യം അതും വ്യക്തതയില്ല. എന്താണ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ BNS പറയുന്ന കുറ്റച്ചുരുക്കത്തിൽ അതിലൊരു ഒഫൻസ് നടന്നതായിട്ടും പറയുന്നില്ല. അതിന് വ്യക്തതയില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ആ കേസ് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. സാർ, മറ്റൊരു സംശയമുള്ളത്, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നാട് വിടരുത് എന്നൊരു നിയമമില്ലേ? സ്ഥലത്തില്ലെങ്കിൽ അത് മുൻകൂർ ജാമ്യാപേക്ഷയെ ബാധിക്കുമെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ രാജ്യം വിടാൻ ഒരുങ്ങുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതൊക്കെ ഒരു സൃഷ്ടിയാണ്. അതിലൊന്നും അർത്ഥമില്ല. രാഹുൽ എങ്ങും പോവില്ല. കാരണം അയാൾ ഇത്രയും വലിയ സീരിയസ് ആയ പ്രശ്നങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്നിട്ടും അയാൾ അചഞ്ചലനായിട്ട് നിന്നു. അയാൾ അവിടുത്തെ ഒരു MLA ആണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത്. ആ പുറത്താക്കിയവർ തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ അവർ ജയിക്കോ ഇല്ലയോ എന്നൊരു സംശയമാണ് എനിക്ക്. കാരണം രാഹുലിനെ പിന്തുണയ്ക്കുന്ന ധാരാളം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നാട്ടിലും ഉണ്ട്. അത് തന്നെയല്ല, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സിൽ നല്ലൊരു ശതമാനം ആൾക്കാർ രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്, ചെറുപ്പക്കാരെ പിന്തുണയ്ക്കുന്നുണ്ട്. ചെറുപ്പക്കാരുടെ ചെയ്തികൾ പഴയ കാലത്തെ ഗാന്ധിയൻ്റെ ആദർശം വെച്ച് നടക്കുന്ന ഒരു ചെയ്തികൾ രണ്ടും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ വ്യത്യസ്തമായി അവർ ചിന്തിക്കുന്നതിന് എതിരായിട്ടാണ് ഇവരുടെ പ്രവൃത്തിയും സംസാരവും ടോക്കും ഒക്കെ. അതിനകത്തൊക്കെ ഒരു കുറ്റം കണ്ടുപിടിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ പുറത്താക്കിയത്. ആ പുറത്ത് ആക്കിയവർ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നും എനിക്ക് സംശയമുണ്ട്. സാർ, ശരിക്കും ഈ ബലാത്സംഗ കേസുകളിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് അതിജീവിതമാരുടെ വാദം കേൾക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ടല്ലോ. അത് രാഹുലിന്റെ കേസിൽ അല്ലെങ്കിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷയ്ക്ക് തടസ്സമാകുമോ? ഒരു തടസ്സവുമില്ല. കാരണം ഇതിനകത്ത് ഏറ്റവും സീരിയസ് ആയ ഒഫൻസ് 64 BNS-ലെ. അത് റേപ്പാണ്. അപ്പോൾ ആ റേപ്പിനകത്ത് ഒരു മാരീഡായ ലേഡിയാണ്. ഒരു മാരീഡായ ലേഡിയുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? അത് അവർ പറയുന്നതായിട്ട് വന്ന വാർത്തകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കല്യാണം കഴിക്കണം. രാഹുൽ മാങ്കൂട്ടത്തെ ഇവരുമായിട്ടുള്ള പരിചയം എങ്ങനെയാണ്? അത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. അത് FB പോസ്റ്റ് മുഖേനയാണ്. അല്ല, നേരത്തെ അവർക്ക് പരിചയമില്ല. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ഒരു പരിചയം വെച്ചിട്ടാണ് ആ പെൺകുട്ടി തൻ്റെ തിക്ത അനുഭവം ഭർത്താവിൽ നിന്നുണ്ടായ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനടുത്ത് പറഞ്ഞതും അദ്ദേഹം അതിനെ സഹായിക്കാം, നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3-4 പ്രാവശ്യം അവരെ സന്ദർശിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കുന്നില്ല. ആ സമയത്ത് സെക്ഷലായിട്ടുള്ള ഒരു റേപ്പ് അവിടെ നടന്നു എന്ന് തോന്നിയാൽ, അല്ല അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അത് മാരീഡായ ഒരു ലേഡി വേറൊരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി അയാളെ വിളിച്ചു വരുത്തി ആ സമയത്ത് അയാൾ സെക്ഷലായിട്ടുള്ള ആക്ടിവിറ്റി നടത്തിയെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കേസിനകത്ത് റേപ്പ് നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും സീരിയസ് ആയ ഒഫൻസ് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ കൊടുക്കാം, 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാം, 10 വർഷം വരെ ശിക്ഷിക്കാം. അങ്ങനെയുള്ള 64(2), 64(2)M ഈ 2 വകുപ്പുകൾ റിപ്പീറ്റഡ് ആയ ഒരു റേപ്പ്, ഇത് രണ്ടും നിൽക്കില്ല. കാരണം അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെട്ട വ്യക്തികളാണ്. ഒരാളുടെ ആ പെൺകുട്ടിയുടെ ഗ്രീവൻസസ്, ബുദ്ധിമുട്ടുകൾ, ഭർത്താവുമായിട്ടുള്ള പ്രശ്നം, ഭർത്താവ് മർദ്ദിക്കുന്നു, അടിക്കുന്നു, ചവിട്ടുന്നു, അങ്ങനെയുള്ള കാര്യത്തിൽ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്തി. പല പ്രാവശ്യം വിളിച്ചപ്പോൾ അയാൾ 3-4 പ്രാവശ്യം അവരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പാലക്കാട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അതൊന്നും നിഷേധിക്കുന്നില്ലല്ലോ. പക്ഷേ അവരുമായിട്ടുള്ള ഒരു ശാരീരിക ബന്ധം ഉണ്ടായെങ്കിൽ അത് വിത്ത് കൺസെന്റ് ആണ്. അല്ലാതെ അതിനകത്ത് അപ്പുറത്തോട്ടൊന്നും എനിക്ക് തോന്നണില്ല. കാരണം അങ്ങനെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ വിത്ത് കൺസെന്റ്.
ആ കൺസെൻറ്റിലാണ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ, അത് രാഹുൽ അത് നിഷേധിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ ഒരു ബന്ധത്തെ തുടർന്നുണ്ടായ ചില പ്രഗ്നൻസികൾ എന്നൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ അതിനുള്ള എവിഡൻസുകളൊന്നും ഇപ്പം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു വശങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.